ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ അല്ലാതെ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷനാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പെൺകുട്ടികളുടേതുമുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ വിളിച്ചിട്ടുള്ളത്. ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 20 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 1 ഏപ്രിൽ 2000-നും 31 മാർച്ച് 2007-നും ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ 2.4 കിലോമീറ്റർ ഓട്ടം 10.5 മിനിറ്റിലും, അതുപോലെ പുഷപ്സ് 40 എണ്ണം, പിന്നെ പുള്ളപ്സ് 6 എണ്ണം, അതുപോലെ തന്നെ സിറ്റപ്സ് ഏകദേശം 30 എണ്ണം, സ്ക്വാട്സ് പറയുന്നുണ്ട് 2 സെറ്റിൻ്റെ 30 റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലഞ്ചസ് പറയുന്നുണ്ട് 2 സെറ്റ്സിൻ്റെ 10 റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്വിമ്മിങ്, അതായത് നീന്തൽ, സ്വിമ്മിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് ഷുഡ് നോ ദി ഫണ്ടമെൻ്റൽ ഓഫ് സ്വിമ്മിങ്, അത്യാവശ്യം നീന്തൽ അറിഞ്ഞിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓഫീസർ റാങ്കിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ് ടു ഹാവ് പാസ്ഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ്, അത് ഏതൊക്കെ ഇതാണെന്ന് പറയാം, ഏതൊക്കെ സ്ട്രീമാണെന്ന് പറയാം. അതും ഫൈനൽ ഇയർ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എലിജിബിൾ ടു അപ്ലൈ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് പരീക്ഷ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ SSB ഇൻ്റർവ്യൂവിന് വിളിക്കും. SSB ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയില്ലെങ്കിൽ ലൈഫ് ട്രാക്ക് മലയാളം SSB ഇൻ്റർവ്യൂ എന്ന് സെർച്ച് ചെയ്താൽ മതി. പണ്ട് ചെയ്ത വീഡിയോ ആണ്, ഇപ്പോഴും അതേ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അത് 5 ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ നിങ്ങളെ മൊത്തത്തിലൊന്ന് ആക്സസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിന് ക്യാപ്പബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ സിവിൽ വന്നത് കാണാൻ സാധിക്കും. സിവിൽ എന്ന് പറയുന്നത് കോർ സ്ട്രീമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രീം സിവിൽ തന്നെ. പിന്നെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്ട്രീം ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിഫറൻറ്റ് സ്ട്രീം ഇവിടെ കൊടുത്തത് കണ്ടോ. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അതുപോലെ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഇത് പറയുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജി പറയുന്നത് കാണാൻ സാധിക്കും. കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ആർക്കിടെക്ചർ അതിൽ വരുന്നത് കണ്ടോ, ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ സിവിൽ തന്നെ വരുന്നതാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ വരുന്ന ലിസ്റ്റുകളിലൊന്നാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിലുണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 75 ഒഴിവ് കണ്ടോ വന്നിട്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രീം ഞാൻ പറയാം, കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ അതിൽ വരുന്ന സബ് സ്ട്രീമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ട്രീം എന്നേക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വർഷങ്ങളായിട്ട് നിങ്ങളത് പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ 1-2 സ്പെല്ലിംഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്ട്രീമാണ്. ഇവിടെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എല്ലാം വന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ പതിയെ സ്ക്രോൾ ചെയ്യാം, എന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള എല്ലാം വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം തന്നെ വന്നിട്ടുണ്ട്. 350 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ചവരാണെങ്കിലും ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ് ഡിഗ്രി മതി കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പതിയെ സ്ക്രോൾ ചെയ്ത് വരുമെന്ന് കാണിക്കുന്നത്, എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളുടെ സ്ട്രീം ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ച സ്ട്രീം എന്തായാലും ഇതിലുണ്ടാകും. അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിന് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. റാങ്കിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവുന്നത്. അതിനുശേഷം ക്യാപ്റ്റൻ, മേജർ, അങ്ങനെ പോകും. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സാലറിയിൽ വരുന്ന വർധനവൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. 1,77,500 രൂപയാണ് ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലേക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ, അതായത് അലവൻസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാത്രം പറയുകയാണെങ്കിൽ മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞൊരു അലവൻസ് ഉണ്ട്. അത് 15,500 രൂപ, അതായത് 15,500 രൂപ എല്ലാ മാസവും ലഭിക്കും. അത് സാലറീൻ്റെ പുറമെയാണ് കേട്ടോ ലഭിക്കുക. അത് കറക്റ്റായിട്ട് പറയാൻ ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ ലഭിക്കും. ഇതാണ് ലെഫ്റ്റനൻറ്റ്. ബ്രിഗാഡിയർ എന്ന് പറയുന്ന പോസ്റ്റ് ഇതാണ്. സോ ബ്രിഗാഡിയർ എന്ന് പറയുന്ന പോസ്റ്റ് 2,17,600 രൂപ സാലറി ഉണ്ട്. അതിൻ്റെ കൂടിയാണ് ഈ ഒരു എമൗണ്ടും കൂടി ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു സാലറി. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഈ താഴെയൊക്കെ പറയുന്ന അലവൻസ്, ഇതൊക്കെ അലവൻസുകളാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പാരാ റിസർവ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 2,625 രൂപ പെർ മന്ത്. അതുപോലെ തന്നെ ടയർ 1 അലവൻസ് ഇവിടെ കാണാൻ സാധിക്കും. ടയർ 2 കൊടുത്തിട്ടുണ്ട്, അത് 3,000, 4,000, അത് വേറെ അലവൻസ്. പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ്, അങ്ങനെ നിരവധി അലവൻസ്. പിന്നെ ഡ്രസ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 20,000 രൂപേൻ്റെ കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധി അലവൻസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇത് അലവൻസൊക്കെ ഒരു ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഇത് മാസം ലഭിക്കുന്നതാണ്. 2,250 രൂപ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഹോസ്റ്റൽ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് 6,750. അങ്ങനെ അതൊക്കെ അവരുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസാക്കാൻ വേണ്ടി ആർമി തന്നെ നൽകുന്നതാണ്. അങ്ങനെ ഒരുപാടധികം ആനുകൂല്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ജോലിയിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. സോ ഇത് പെർമനൻറ്റ് കമ്മീഷൻ അല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പെർമനൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 വർഷം സർവീസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ 14 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, പെർമനൻറ്റ് കമ്മീഷനിലേക്ക് അവിടെയുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കി മാറാം. അഗ്നിവീർ പോലെയല്ല കേട്ടോ, ഒരുപാട് സാലറിയും ആനുകൂല്യങ്ങളെല്ലാം ഇതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ആൺകുട്ടികളുടെ
ആൺകുട്ടികളുടെ അപേക്ഷയാണ്. 9 ജൂലൈ തുടങ്ങിയതാണ്. 7 ഓഗസ്റ്റ് 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ പെട്ടെന്ന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്ത്യൻ ആർമിയുടെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും ജോലി വിവരങ്ങളൊക്കെ ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. എല്ലാം നമ്മളിവിടെ കൃത്യമായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. സോ ആദ്യം SSB ഇൻ്റർവ്യൂ ആണ്. ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നല്ല അവസരമാണ്. ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ മാത്രമേ ഇവർ എന്ത് ചെയ്യത്തുള്ളൂ, SSB ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അവസരം തന്നെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റുന്ന ഫസ്റ്റ് ആഫ്റ്റർ 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് ആഫ്റ്റർ 10 ഇയർ വരെ സർവീസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തേർഡ് ആഫ്റ്റർ 14 ഇയർ വരെ സർവീസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇറങ്ങി വരാം. അല്ലാതാണ് പെർമനൻറ്റ് കമ്മീഷനിലേക്ക് ഓപ്ഷൻ ഫോർ പെർമനൻറ്റ് കമ്മീഷൻ 10 വർഷത്തിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പെർമനൻറ്റ് കമ്മീഷനിലേക്ക് നോക്കാം. അതായത് ആർമിയിലെ സ്ഥിര ജോലിയിലേക്ക് കയറാം. ഇത് ഷോർട്ട് സർവീസാണ് എങ്കിലും ഇവിടെ ഒരുപാട് അലവൻസ് ഉണ്ട് കേട്ടോ. മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യും, 10 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ, ചിലവർ 5 വർഷമല്ല 10 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ സർവീസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ചിലവർ മൊത്തം സർവീസും ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുന്നവരുണ്ട്, പെർമനൻറ്റ് കമ്മീഷനിലേക്ക് മാറുന്നവർ. ഡിഫറെൻറ്റ് കാറ്റഗറി, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ നമുക്ക് ഓരോരുത്തരെ പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് തീർച്ചയായും നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ആർമിൻ്റെ വെബ്സൈറ്റിന് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും. ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ പ്രോപ്പറായിട്ട് നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലൊക്കെ പ്രോപ്പറായി ഫോളോ ചെയ്യാൻ മറക്കണ്ട. കാരണം ഇതിനിടെ ഒരു സുഹൃത്ത് ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ട് 500 രൂപയ്ക്ക് അടച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. സോ പൈസ അടച്ച് അപേക്ഷിക്കുന്ന എല്ലാ പോസ്റ്റും ഞാൻ പറയുന്നതാണ്, ശ്രദ്ധാപൂർവ്വം അപ്ലൈ ചെയ്യണം. എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ അപ്ലൈ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് അത് പറ്റില്ല, എന്തൊക്കെ മറ്റൊന്നും കാര്യങ്ങൾ വരും, നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ സുഹൃത്തിന് ആ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ്. സോ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് ആ സുഹൃത്ത് ആ കാര്യങ്ങളൊക്കെ കാണുന്നത്. സോ അപ്ഡേറ്റ് പ്രോപ്പറായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പറായി നമ്മുടെ വാട്സപ്പ് ചാനലും അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി.